പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സർക്കിൾസിലെ എക്സാമ്പിൾ 2 ആണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, എക്സാമിന് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസോടെ ഞാൻ ചെയ്യിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ഫിഗർ 10.32 AB ഈസ് എ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. അപ്പോൾ AB ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. CD ഈസ് എ കോഡ്. അപ്പോൾ CD എന്ന് പറയുന്ന ഇതിന്റെ കോഡാണ്. This is equal to the radius of the circle. അപ്പോൾ ഈ കോഡ് CD ഈ സർക്കിളിന്റെ റേഡിയസിന് ഈക്വൽ ആണ്. അപ്പൊ ദാ ഇവിടെ ഇതിന്റെ റേഡിയസ് ആണ് COയും DOയും. ഇത് രണ്ടും ഇതിന്റെ റേഡിയസ് ആണ്. ഈ റേഡിയസിന് ഈക്വൽ ആണ് CD. അതായത് അപ്പൊ ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടി അല്ലേ. ഇത് മൂന്നും കൂടെ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി, ട്രയാങ്കിൾ COD. ഈ ട്രയാങ്കിൾ COD അപ്പൊ എന്താണെന്ന് അതിന്റെ അർത്ഥം? ഒരു ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അടുത്തത് AC ആൻഡ് BD when extended intersect at a point E. ACയും BDയും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ Eയിൽ അത് ഇന്റർസെക്ട് ചെയ്യുന്നു. പ്രൂവ് ദാറ്റ് AEB is equal to 60. അതായത് AEB ഈ ആംഗിള് 60 ഡിഗ്രി ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്കിത് ചെയ്യാനുള്ള ഹിന്റുകളെല്ലാം നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ കോഡ് CD റേഡിയസ് ആയ COയ്ക്കും DOയ്ക്കും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ കിട്ടി. അപ്പൊ ഈ ഈക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ മൂന്ന് ആംഗിൾസും 60 60 60 ആയിരിക്കും അല്ലെ, 60 ഡിഗ്രി വീതമായിരിക്കും. അപ്പൊ ഈ ആംഗിൾ നമുക്ക് എന്തായിട്ട് എടുക്കാം? 60 ഡിഗ്രി ആയിട്ട് എടുക്കാം. അപ്പൊ കോഡ് CDയിൽ നിന്ന്, അപ്പൊ ഇവിടെ ഒരു ആർക്കാണ് CD അല്ലെ, ഇവിടെ നിന്ന് ഇതിന്റെ സെന്ററിലേക്ക് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ആംഗിൾ 60 ഡിഗ്രി ആണ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു തിയറം പഠിച്ചു. ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് അറ്റ് ദ സെന്റർ ഈസ് ഡബിൾ ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഇറ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദി റിമൈനിങ് പാർട്ട് ഓഫ് ദി സർക്കിൾ. അപ്പൊ CD എന്ന ആർക്കിൽ നിന്ന്, ഈ CD ഇവിടെ ഒരു ആർക്കാണ്, ഈ ആർക്കിൽ നിന്ന് ഇതിന്റെ സെന്ററിലേക്ക് സബ്റ്റൻഡ് ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ COD. ഈ CD ഇത്രയും പോർഷൻ കഴിഞ്ഞിട്ട് ഇനി ഇതിന്റെ ബാക്കി റിമൈനിങ് പാർട്ടിലേക്ക് സബ്റ്റൻഡ് ആയിട്ടുള്ള ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഇതിന്റെ റിമൈനിങ് പാർട്ടിലേക്ക് സബ്റ്റൻഡ് ആയിട്ടുള്ള ഒരു ആംഗിൾ ആണ് ഈ ആംഗിൾ അല്ലെ, ആംഗിൾ CBD. ഈ ആംഗിൾ മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ ഈ CD എന്നുള്ള ഈ ഒരു ആർക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബാക്കിയുള്ള റിമൈനിങ് പാർട്ടിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിലേക്ക് സബ്റ്റൻഡ് ആയിട്ടുള്ള ആംഗിൾ, അത് എവിടെ ആയാലും കുഴപ്പമില്ല. അപ്പൊ ഈ CD എന്നുള്ള ഈ ആർക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള റിമൈനിങ് പാർട്ടാണ് ഇത് ഫുള്ള്. അപ്പൊ അതിലെ ഒരു പോയിന്റ് ആണ് ഇവിടെ തന്നിട്ടുള്ള ഈ പോയിന്റ് B. ഇവിടെയൊക്കെ ഒരു ആംഗിൾ സബ്റ്റൻഡ് ആയിട്ടുണ്ട്, ആംഗിൾ CBD. അപ്പൊ ഈ ആംഗിൾ CBD എന്തായിരിക്കും? ആംഗിൾ CBDയുടെ ഡബിൾ ആയിരിക്കും ആംഗിൾ COD. അങ്ങനെയാണെങ്കിൽ ഇത് 60 ആണെങ്കിൽ അപ്പൊ ഇതെന്തായിരിക്കും? ഈ 60യുടെ ഹാഫ് ആയിരിക്കും. അതായത് ഈ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഹിയർ OC is equal to OD is equal to CD. മൂന്നും ഈക്വൽ ആണ്. എന്നിട്ട് ട്രയാങ്കിൾ OCD is a equilateral triangle. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആംഗിൾ COD is equal to 60 ഡിഗ്രി. ആംഗിൾ COD 60 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ COD 60 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആംഗിൾ CBD is equal to half angle COD. എന്തുകൊണ്ടാണ് ആംഗിൾ COD എന്ന് പറയുന്നത്? ആംഗിൾ COD is equal to 2 ആംഗിൾ CBD ആണ്. ഇതിൽ നിന്നാണ് നമുക്ക് ആംഗിൾ CBD എന്ന് പറയുന്നത്
COD by 2 ആവും. ഈ 2 ഇപ്പുറത്ത് പോകുമ്പോൾ COD by 2 ആവും. അതാണ് ഹാഫ് ആംഗിൾ COD എന്ന് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ CBDയുടെ ഡബിൾ ആണ് COD എങ്കിൽ എന്തായിരിക്കും? ഇവിടെ 60 എന്ന് തന്നിട്ടുണ്ടല്ലേ. അപ്പൊ ആംഗിൾ COD എന്ന് പറയുന്നത് ഇതിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഇതിന്റെ റീസൺ നമുക്ക് എന്ത് എഴുതാം? ബൈ യൂസിങ് തിയറം, ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് at the center is doubled the angle subtended by it at any point on the remaining part of the circle. അപ്പോൾ ആംഗിൾ CBD 30 ഡിഗ്രി എന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഇനി നോക്കി, ഇവിടെ ആംഗിൾ ACB എന്താണ്? ആംഗിൾ ACB എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്. അപ്പൊ ആംഗിൾ ACB എന്ന് പറയുന്നത് AOB അല്ലെ. AB എന്ന് പറയുന്ന ആർക്ക് ഇവിടെ വരച്ചപ്പോൾ ഇത് ഒരു സെമി സർക്കിളായി അല്ലെ. സെമി സർക്കിളായി. സെമി സർക്കിളിലെ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ആയിരിക്കും എന്ന തിയറം നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് AB എന്ന് പറയുന്ന ആർക്ക് നമ്മൾ ഇവിടെ എടുത്തപ്പോൾ, അതായത് ഇതിന്റെ സർക്കിളിന്റെ സെന്ററിൽ കൂടെയാണ് ഈ കോഡ് കടന്നു പോകുന്നത്. അപ്പൊ ഇത് സെമി സർക്കിളായി. സെമി സർക്കിളിലെ ആംഗിൾ ആണ് ആംഗിൾ ACB എന്ന് പറയുന്നത്. അപ്പൊ ഈ ആംഗിൾ ACB എന്തായി? റൈറ്റ് ആംഗിളായി. 90 ഡിഗ്രി ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ആംഗിള് 90 ഡിഗ്രി ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ CBD എന്ത് കിട്ടി? ആംഗിൾ CBD ഈസ് ഈക്വൽ ടു COD എത്രയാണ്? 60. 60 by 2 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ആംഗിൾ CBD ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ആംഗിൾ COD 60 ഡിഗ്രി. ഇനി നമുക്കിവിടെ ആംഗിൾ ACB ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് എഴുതാം. ദെൻ ആംഗിൾ ACB ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. എന്തുകൊണ്ടാണ്? ആംഗിളിന്റെ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. അപ്പൊ ആംഗിൾ ACB 90 ആണെങ്കിൽ ആംഗിൾ ECB എന്തായിരിക്കും? ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ 90 ആയിരിക്കും അല്ലെ. അതായത് AC ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതിലുണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗിൾ ACBയും ആംഗിൾ CEBയും. ACB 90 ആണെങ്കിൽ ആംഗിൾ CEB എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ ECB ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ ACB. ACB is 90 ഡിഗ്രി. അപ്പൊ 180 മൈനസ് 90 is 90 ഡിഗ്രി. അപ്പൊ ആംഗിൾ ECB നമുക്ക് 90 എന്ന് കിട്ടി. നമുക്ക് ഏത് ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ AEB. ഈ ആംഗിൾ 60 ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ട്രയാംഗിൾ ECB എടുത്താൽ ഇതിലെ രണ്ട് ആംഗിൾസ് നമുക്കറിയാം. ഈ ആംഗിൾ നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ആംഗിൾ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആ ട്രയാംഗിളിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നു. This is E, this is C and this is B. ഈ ട്രയാംഗിൾ ആണ് നമ്മൾ നോക്കുന്നത്. ട്രയാംഗിൾ ECB. ഓക്കെ. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി നമുക്ക് കിട്ടി. ആംഗിൾ B 30 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ആംഗിൾ E നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻ ട്രയാംഗിൾ BCE 90 ഡിഗ്രി പ്ലസ് 30 degree plus angle E is equal to 180 degree. 90 plus 30 is 120 degree plus angle E is equal to 180 degree. ഇതിൽ നിന്ന് ആംഗിൾ E എന്ത് കിട്ടും? 180 മൈനസ് 120 ഡിഗ്രി is equal to 60 ഡിഗ്രി. ആംഗിൾ E 60 എന്ന് കിട്ടി. ഈ ആംഗിൾ E എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ AEB ആണ്. സോ ആംഗിൾ AEB is equal to 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ AEB 60 ഡിഗ്രി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. മനസ്സിലായല്ലോ?
അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഫിഗർ കാണുമ്പോൾ ഇച്ചിരി ടഫ് ആയിട്ട് തോന്നും. നമ്മൾ പഠിച്ച തിയറംസ് ഒക്കെ ഇതിൽ അപ്ലൈ ചെയ്ത് നമ്മൾ നോക്കി കഴിയുമ്പോൾ വളരെ ഈസിയാണ് ഈ പ്രോബ്ലം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത എക്സാമ്പിളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.